ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങളുടെ പോക്ക് വളരെ ഗൗരവമുള്ളതാണ്. ഞങ്ങളുടെ അഭിപ്രായം ADGPയെ എത്രയും വേഗം സർക്കാർ ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച 5 അംഗ അന്വേഷണ സംഘം, DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം, അതിൽ മേൽനോട്ടമാണ് DGPക്ക്, മറ്റ് 4 IPS ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. ഇപ്പം ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പം ഈ മലയുടെ അല്ലെങ്കിൽ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ആദ്യം കണ്ടത്. PV അൻവർ MLA വെളിപ്പെടുത്തൽ. ഇപ്പം ദാ ഓരോന്ന് പുറത്തേക്ക് വരികയാണ്. മഞ്ഞുമലയുടെ ഒരു അറ്റം കഴിഞ്ഞ് മഞ്ഞുമല ഇങ്ങനെ പൊങ്ങി വരികയാണ്. പുതിയ സംഭവങ്ങൾ, നടന്ന സംഭവങ്ങൾ വെളിപ്പെടുന്നു. ഇതൊക്കെ സാധാരണ മലയാളികളെ, ജനങ്ങളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നു. സർക്കാരിനെ കുറിച്ച്, സർക്കാരിൻ്റെ പോലീസിനെ കുറിച്ച്. കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി സർക്കാർ 1-2 കാലത്തിൽ പോലീസ് സേന വരുത്തി വെച്ചിട്ടുള്ള, എല്ലാവരുമല്ല, പോലീസ് സേനയിലെ ഒരു ന്യൂനപക്ഷം സർക്കാരിനെ അവമതിക്കാൻ കാട്ടിക്കൂട്ടിയ ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു. അതിനെ സാധൂകരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്താണ്? MR അജിത് കുമാറിന് RSS നേതാക്കളുമായിട്ടുള്ള ബന്ധം, അത് ഒരാളെ മാത്രമല്ല കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വെളിപ്പെട്ടത് അത് MR അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തു. BJP സ്ഥിരീകരിച്ചു. ആദ്യം നിഷേധിച്ചു, പിന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു. അജിത് കുമാർ സമ്മതിച്ചപ്പം അപ്പോൾ ആദ്യം BJP കള്ളം പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? 2023 മെയ് മാസത്തിൽ തൃശ്ശൂരിൽ എത്തിയ, അവിടെ ഒരു പരിപാടിക്ക് വന്ന RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയെ രഹസ്യമായിട്ട് ADGP സന്ദർശിച്ചു അജിത് കുമാർ. ഔദ്യോഗിക വാഹനം, പോലീസ് വാഹനം ഒഴിവാക്കിയിട്ട് RSSന്റെ ഒരു പ്രാദേശിക പ്രമുഖൻ്റെ വണ്ടി, അറേഞ്ച് ചെയ്ത വണ്ടിയിൽ പിന്നെ കൈമനം ജയകുമാർ എന്ന് പറയുന്ന RSSന്റെ ഒരു പ്രധാന നേതാവിൻ്റെ സൗകര്യപ്രകാരം ആ വണ്ടിയിലാണ് പോയിട്ട് തൃശ്ശൂരിൽ RSSന്റെ നേതാവ് ദത്താത്രേയെ കാണുന്നത് അജിത് കുമാർ. ഇതിന് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചത് ഈ കൈമനം ജയകുമാറാണ്. കൈമനം ജയകുമാർ ആരാണ് ശരിക്കും? ജയകുമാർ BJPയുടെ വിജ്ഞാന ഭാരതി, അതായത് ഹിന്ദുത്വ അജണ്ട, വിജ്ഞാന സാങ്കേതിക രംഗത്ത് എങ്ങനെ കയറ്റിവിടാം, അജണ്ട സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രധാന ചുമതല, ദക്ഷിണേന്ത്യയിലെ പ്രധാന ചുമതലയുള്ള ആളാണ് കൈമനം ജയകുമാർ. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ BJPയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വളരെ നിർണായക പങ്കുള്ള ഒരാളാണ് കൈമനം ജയകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അജിത് കുമാറിനോടൊപ്പം RSS നേതാവിനെ കാണാൻ, ദത്താത്രേയെ കാണാൻ, RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ 2023 മെയ് മാസത്തിൽ പോയത്. എന്തിനു പോയി? എന്താണ് കാര്യം? ദുരൂഹമാണ്. അത് അന്വേഷണ സംഘം അതുകൂടി ഇതിനകത്ത് കണ്ടെത്തേണ്ടി വരും. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കൂടാതെ തന്നെ ഇപ്പോൾ വന്ന പുതിയ ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ചുകൂടി ഈ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർന്നില്ല. അതേ വർഷം 2023 മെയ് കഴിഞ്ഞിട്ട് ഡിസംബറിൽ, 2023 തന്നെ ഡിസംബറിൽ BJPയുടെ RSSന്റെ പ്രമുഖ നേതാവ് രാം മാധവിനെ കോവളത്ത് ഹോട്ടലിൽ ചെന്ന് രഹസ്യമായിട്ട് MR അജിത് കുമാർ ADGP കണ്ടിരിക്കുന്നു. അന്നും സ്വകാര്യ വാഹനത്തിൽ രഹസ്യമായിട്ട് പോകാൻ സഹായിച്ചത് കൈമനം ജയകുമാറാണ്. ജയകുമാറും ഒപ്പം പോയിരുന്നു. ഈ 2 മീറ്റിങ്ങിലും ജയകുമാർ കൂടെയുണ്ട്. ഇപ്പം ജയകുമാർ ഇന്ന് ചില മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ സഹപാഠികളാണ്. പക്ഷെ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചിട്ട് അത് പറഞ്ഞില്ല. അത് ഞാനായിട്ട് പറയില്ല, എനിക്ക് സംഘടനാ പരിമിതികളുണ്ട്. അത് അജിത് കുമാർ പറയുന്നെങ്കിൽ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷെ എവിടെയാ പഠിച്ചതെന്ന് പറയുന്നില്ല. അതിനകത്തും ഒരു സംശയം ബാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരട്ടെ. അപ്പോൾ
ഈ സഹപാഠി ആയതുകൊണ്ട് മാത്രം പോയി RSS നേതാക്കളെ കാണേണ്ടതുണ്ടോ? തൃശ്ശൂരും കോവളത്തും പോയി കാണേണ്ടതുണ്ടോ? ദത്താത്രേയും ഈ പറയുന്ന രാംമാധവനെയും പ്രമുഖരാണ് RSSലെ. അവരെ പോയി കാണേണ്ട കാര്യം എന്താണ് അജിത് കുമാറിന്? അല്ലെങ്കിൽ സർക്കാരിൽ ഇതിനെപ്പറ്റി എന്ത് റിപ്പോർട്ട് കിട്ടി? അപ്പോൾ സൗഹൃദ സന്ദർശനം എന്നാണ് പോലീസ് ഇന്ന് അന്ന് കൊടുത്ത റിപ്പോർട്ടിൽ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂർ സൗഹൃദ സന്ദർശനം ജയകുമാറുമായിട്ടാവാം, പക്ഷേ എന്തിനാണ് RSS നേതാവിനെ പോയി ഒരു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കാണുന്നത്? അത് ആവർത്തിക്കുന്നു. കോവളത്തും പോയി കണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ നമുക്ക് സംശയിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു രണ്ട് പ്രമുഖരെ എന്തിനാണ് അതായത് RSSന്റെ പ്രത്യേക സമ്പർക്ക് പ്രമുഖാണ് ജയകുമാർ. പ്രത്യേക പദവിയാണ്, അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ പ്രത്യേക പ്രാന്ത സമ്പർക്ക് പ്രമുഖാണ് ജയകുമാർ. അപ്പം എന്ന് പറഞ്ഞാൽ RSSുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. ഈ തൃശ്ശൂരെ മീറ്റിങ്ങിൻ്റെ കാര്യം പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ BJPയുടെ RSSന്റെ പ്രമുഖ നേതാവാണ് നിഷേധിച്ചത്. അതായത് RSSന്റെ ഉത്തര കേരള പ്രാന്തകാര്യവാഹക് PN ഈശ്വരൻ അത് ആദ്യം നിഷേധിച്ചു. അങ്ങനെ ഒരു മീറ്റിങ്ങേ ഉണ്ടായിട്ടില്ല എന്ന് പച്ച നുണ ആദ്യം പറയുകയാണ്. പക്ഷെ പിന്നീട് MR അജിത് കുമാർ ADGP സ്ഥിരീകരിച്ചു, ശരിയാണ്, ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് ദത്താത്രേയെ കണ്ടു. അപ്പോൾ അതോടുകൂടി RSSന്റെ നുണ പൊളിഞ്ഞ് ഭരണത്തായി. അതിന് പിന്നാലെയാണ് അടുത്ത ബോംബ് വരുന്നത്. കോവളത്ത് രാംമാധവനെയും അജിത് കുമാർ കണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്താണ് അജണ്ട? പാലക്കാട്ട് കഴിഞ്ഞ വർഷം നടന്ന RSSന്റെ സമ്മേളനത്തിൽ അജിത് കുമാർ രഹസ്യമായിട്ട് പങ്കെടുത്തു എന്നൊരു പുതിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. അത് മൂന്നാമത്തെ കാര്യം. അതിനെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് PV അൻവർ MLA എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തിനാണ് പാലക്കാട്ട് RSS യോഗത്തിൽ രഹസ്യമായിട്ട് അജിത് കുമാർ പോയത്? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. എന്താണ് ഇതിൻ്റെ അജണ്ട എന്ന് കൂട്ടി വായിക്കണം. പിന്നെ പ്രതിപക്ഷം പറയുന്നു പിണറായിക്ക് വേണ്ടിയാണ് അജിത് കുമാർ ഇതെല്ലാം ചെയ്തത്. പിണറായിക്ക് എന്ത് പേടിക്കേണ്ട കാര്യം? ഈ ലാവ്ലിൻ കേസ് എത്രയോ കാലമായിട്ട് ലാവ്ലിൻ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ്, പിണറായി വിജയനെ പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ കേസ്, CBI വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. അതൊരു കാര്യഗൗരവമുള്ളൊരു കേസല്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിങ്ങനെ നീണ്ടു പോകുന്നു. പലതവണ അവധി മാറ്റിവെച്ചു. അടിയന്തര സ്വഭാവമുള്ള ഒരു കേസാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനകം സുപ്രീം കോടതി അത് പരിഗണിച്ച് അതിൻ്റെ വിധി പറഞ്ഞേന്. ഇത് ഉള്ളി പൊളിച്ച പോലെ ഒരു കേസ്. അവിടെ പിണറായി വിജയൻ എന്ത് സ്വന്തമായിട്ട് അഴിമതി നടത്തിയെന്ന് ഇന്ന് വരെ കൃത്യമായിട്ട് CBIക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ ലാവ്ലിൻ കരാർ ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അന്നത്തെ വൈദ്യുതി മന്ത്രി G കാർത്തികേയനാണ് ലാവ്ലിനുമായിട്ട് ആദ്യ ധാരണാപത്രവും കരാറും ഒപ്പുവയ്ക്കുന്നത്. LDFന്റെ സന്തതിയല്ല ലാവ്ലിൻ. UDF സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന G കാർത്തികേയനാണ് ഈ കരാറിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ LDF അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് വൈദ്യുതി മന്ത്രിയായി 2.5 കൊല്ലം. പിന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് ലാവ്ലിൻ കേസ് ഫയൽ മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് കനേഡിയൻ കമ്പനി ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തി. ഇതാണല്ലോ കേസ്. അതിൻ്റെ അകത്ത് അഴിമതി നടന്നു എന്ന് CBI ആരോപിക്കുന്നു. കേസ് നടന്നു, ഹൈക്കോടതി വെറുതെ വിട്ട കേസ്. അത് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ ഇതിനകത്ത് കാര്യങ്ങൾ. പിന്നെന്ത് കേസാണ്? സ്വർണ്ണക്കടത്ത്, നയന്ത്ര ബാഗ്. അതിന് മുഖ്യമന്ത്രിയെ കൊടുക്കാൻ നോക്കിയിട്ട് ഇന്നുവരെ ഒരു തെളിവും ഹാജരാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. നമുക്ക് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാം. ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അന്വേഷിച്ച് കണ്ടെത്തണം, തെളിവുകൾ ഉണ്ടാക്കണം. ഇന്ന് വരെ സ്വർണ്ണക്കടത്ത് കേസിലോ ചെമ്പ് കടത്ത് ബിരിയാണി ചെമ്പിൻ്റെ കേസിലോ ഈന്തപ്പഴ കേസിലോ ഒന്നും ഒരു തുമ്പും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരന്വേഷണം ഒന്നും വെളിപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് വേറെ എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ MR അജിത് കുമാറിൻ്റെ ADGPയുടെ ഈ ഒരു ദുരൂഹമായ ചില രാഷ്ട്രീയ പ്രമുഖരുമായിട്ടുള്ള RSSന്റെ നേതാക്കളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ച, രഹസ്യമായിട്ട് RSS സമ്മേളനത്തിൽ പങ്കെടുക്കുക,
അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് ജനങ്ങൾക്കറിയണം. സംസ്ഥാന സർക്കാർ അത് ജനങ്ങളോട് പറയണം. ഇപ്പം രൂപീകരിച്ച അന്വേഷണ സംഘം ഈ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും അജിത് കുമാറിനെതിരെയോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയോ വരാം. ഇതെല്ലാം അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.